ഗിരേട്ടാ ഇതുവരെ പോയില്ലേ? അതാ സോമു ഇതുവരെ വന്നില്ലെന്നേ. അല്ല ഇവരാരും തയ്യാറായില്ല ഇതുവരെയും. അവരിതേ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയി. ഗിരേട്ടാ ഞാൻ എത്തി. ഇത്ര നേരം എവിടെ പോയി കിടന്നാ? അല്ല അത് പിന്നെ ഗിരേട്ടാ ഞാൻ നിന്റെ കഥയൊന്നും കേൾക്കണ്ട. വാ ഇറങ്ങ. പോകുന്ന കാര്യം നടക്കാൻ വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചേക്കണം. പോയിട്ട് വരാം. അവിടെ എത്തിയിട്ടൊന്ന് വിളിക്കണം. നീ ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോണില്ലേ? എനിക്കിന്ന് ക്ലാസ് ഇല്ല ഏട്ടത്തിമ്മേ. അത് നീ ഇന്നലെ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഞാൻ മറന്നുപോയതാ. ഓ പോവാ. നീ ഇതെവിടെ പോന്നേ? അത് കുറച്ച് സ്റ്റേഷനറീസ് വാങ്ങാനുണ്ടായിരുന്നു. ഞാനത് വാങ്ങിട്ട് വരാവേ. ബൈ. അല്ല ഞാനും ഒന്ന് പോയിട്ട് വരാട്ടത്തിമേ. നീ ഇതെവിടേക്കാ പോന്നേ? അത് ഞാനേ ഒന്ന് അക്ഷയ കേന്ദ്രം വരെ പോയിട്ട് വരാം. അക്ഷയ കേന്ദ്രത്തിൽ എന്തിനാ പോണേ? അത് ആധാറിലെ കുറച്ച് തിരുത്തലുകളുണ്ട്. അഡ്രസ്സിലെ തിരുത്തലോ? അത് തിരുത്തിയിട്ട് വരാം. അത് ഏട്ടത്തിമ്മേ ബൈ. പോവാണേ. എന്തോ പന്തികേടുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവരിങ്ങനെ അല്ലല്ലോ പോവാറ്. അപ്പച്ചി. ആ ഗിരി, ഞാൻ നിന്റെ അമ്മാവൻ പറഞ്ഞിട്ടാ വിളിക്കുന്നേ. എന്താ അപ്പച്ചി? അമ്മാവന് നിന്നെ ഒന്ന് കാണണോന്ന്. നീ ഒന്ന് വീട്ടിലേക്ക് വരുവോ? അയ്യോ ഇപ്പോഴോ? ഇപ്പൊ വരാൻ പറ്റില്ലല്ലോ അപ്പച്ചി. ഒന്ന് നിന്നെ കാണണോന്ന് അമ്മാവൻ പറഞ്ഞേ. ഞാനും സോമും കൂടി ടൗണിൽ സാധനം എടുക്കാൻ വേണ്ടി വന്നാ. ഇപ്പോ ടൗൺ എത്താറായി. അപ്പോ നിനക്കുടനെ വരാൻ പറ്റില്ല? ഇല്ല അപ്പച്ചി. ടൗണിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. അമ്മാവനെ നേരെ ഒന്ന് കാണാം. ഞാൻ ടൗണിൽ പോവാണെന്ന് അപ്പച്ചി ഒന്ന് അമ്മാവനോട് പറഞ്ഞേക്കണേ. ശരി, ഞാൻ പറഞ്ഞേക്കാം. എന്നാലും ടൗണിൽ നിന്ന് വന്നാലുടൻ നീ ഇങ്ങോട്ട് പോന്നേക്ക്. ഞാൻ വരാം അപ്പച്ചി. ഞാൻ എത്തിയ ഉടനെ അമ്മാവനൊന്ന് കണ്ടോളാം. ശരി. അവനെന്താ പറഞ്ഞത്? ഇപ്പൊ വരാൻ പറ്റില്ലെന്നോ? അവൻ ടൗണില് സാധനങ്ങൾ എടുക്കാൻ പോവാ. ഇപ്പൊ ഏതാണ്ട് ടൗൺ എത്താറായി. പണ്ടവൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ വിളിച്ചാൽ എവിടെ ആയിരുന്നാലും ആ സെക്കൻഡിൽ ഇവിടെ എത്തുമായിരുന്നല്ലോ. ഇപ്പോ ഗിരിയാകെ മാറി. പാറുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതോടെ അവന് അഹങ്കാരവും തലക്കനവുമായി കഴിഞ്ഞു. അവൻ ടൗണിൽ പോയതുകൊണ്ടല്ലേ